നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഓരോ ദിവസവും നമ്മുടെ നടേശൻ മുരളിയെക്കുറിച്ചുള്ള ഓരോരോ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ വാർത്തയ്ക്കും അതിൻ്റേതായ ഒരു മാനമുണ്ട്, അതിൻ്റേതായൊരു നടേശൻ മുരളിക്ക്, വെള്ളാപ്പള്ളി നടേശന് ലക്ഷ്യമുണ്ട്. ഈ അദ്ദേഹത്തെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നവർക്കും ഒരു ലക്ഷ്യമുണ്ട്, മറുലക്ഷ്യമുണ്ട്. ശരിക്കും നമ്മൾ ഇടുക്കി ജില്ലയിലെ യൂത്ത് ലീഗിനെ മൊത്തത്തിൽ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടൊരു സംഭവമായിരുന്നു കോതമംഗലത്ത് വെള്ളാപ്പള്ളി നടേശനെതിരെ നടന്ന ആ വിജയത്തിന് ശേഷം നടന്നൊരു മുദ്രാവാക്യം. അതെ, അതായത് തീർത്തുകളയും എന്നൊക്കെ പറഞ്ഞ കൈയും വെട്ടും കാലും വെട്ടും പിന്നെ മലരും കുന്തിരിക്കും കാത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവരുടെ ഒരു ഓൺ അവർക്ക് പേറ്റൻ്റുള്ള കുറേ മുദ്രാവാക്യങ്ങളുണ്ട്. അതെല്ലാം അവർ വിളിച്ച് അവരുടെ അരിശം അങ്ങ് തീർത്തു എന്ന് പറയാറായിട്ടില്ല. അരിശം തുടങ്ങിയിട്ടേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ SNDP നേതാക്കളും വിചാരിക്കുന്നത് അത് അവിടെ അങ്ങ് തീർന്നു എന്നാണ്. ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിട്ടപ്പോൾ ഇഷ്യൂ സെറ്റിൽഡ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അല്ലേ പ്രശാന്ത്? അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കോതമംഗലത്തെ SNDP യൂണിയൻ എന്തിനാണ് ഒരു മറുപ്രകടനം നടത്തിയത്? ആ മറുപ്രകടനത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യം അങ്ങനെ ആയിരുന്നല്ലോ, കൈയും വെട്ടും കാലും വെട്ടും. അപ്പോൾ ഇതൊരു സ്വാഭാവികമായി ഉണ്ടായി വന്ന ഒന്ന് മാത്രമല്ല. ഇതിൻ്റെ പുറകിൽ നിരവധി കാരണങ്ങളുണ്ട്. വളരെ കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസംതൃപ്തിയുണ്ട്. അതായത് കേരളത്തിൽ ലീഗും SNDPയും തമ്മിൽ അത് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശനും അതിൻ്റെ ഒരു കാരണമാണ്, അതിൻ്റെ ഭാഗവുമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിക്കും ഒരു ഹിന്ദു മുസ്ലിം ഒരു ഏറ്റുമുട്ടൽ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്, എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ല. അത് മുളയിലെ അവസാനിപ്പിക്കേണ്ടതാണ്. അത് കേരളത്തിൻ്റെ ഭാവിക്ക് ഒട്ടും നല്ലതല്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. നമ്മൾ 1980കളിലേക്ക് കടന്നു ചെന്നാൽ, ഈ 80കളിലെ മധ്യകാലം കഴിഞ്ഞു. 87ലാണല്ലോ നയനാർ മന്ത്രിസഭ വരുന്നത്. ആ തെരഞ്ഞെടുപ്പ് കെ കരുണാകരൻ മന്ത്രിസഭ ഇലക്ഷനിൽ വീണു. പകരം നയനാരുടെ എനിക്കൊന്ന് 80 84 എത്രയോ സീറ്റായിരുന്നു, ഞാൻ കൃത്യമായ സംഖ്യ ഓർക്കുന്നില്ല, അവരധികാരത്തിൽ വന്നു. അന്ന് ഈ വടക്കൻ കേരളത്തിൽ, മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ വടക്കൻ പ്രദേശത്തും കണ്ണൂരിൻ്റെ തെക്കൻ ഭാഗത്തും വലിയ സംഘർഷങ്ങൾ നടന്നു. ഒരു വശത്ത് മുസ്ലിം ലീഗും മറുവശത്ത് CPM-ഉമാണ്. ഈ CPM എന്ന് പറയുമ്പോൾ അതിന് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, മുസ്ലിങ്ങളാണ്. അതിനകത്ത് എന്തായാലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ വളരെ അപൂർവമായിട്ട് ചെന്ന് പ്രവർത്തിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ വോട്ട് ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ആ പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്. ഇപ്പുറത്ത് CPM എന്ന് പറയുന്നത് സത്യത്തിൽ ആ പ്രദേശത്തെ തീയ സമുദായത്തിന് വലിയ സ്വാധീനം CPM-ൽ. മലബാറിലെ CPM തീയർ എന്നാണ്. തിരുവിതാംകൂറിൽ അങ്ങനെയാണ്. CPM ഈഴവർ എന്നാണ് സത്യത്തിൽ അർത്ഥം. പിന്നെ കുറേ നായന്മാർക്കും അതിനകത്ത് പങ്കുണ്ട്. പട്ടികജാതിക്കാർ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് CPM-ൻ്റെ കൂടെ പഴയ പോലെ ഓംബ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ശൈലിയിൽ അവരെ നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ഇതൊരു സത്യമാണ്. പോസ്റ്റർ ഒട്ടിക്കുക, ഇവർക്ക് വേണ്ടി തല്ലുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്നത് പോലെ സെർവൻസ് എന്നുള്ള രീതിയിലാണ്. മൈദ സഖാക്കൾ മനസ്സിലായി. മൈദ കുഴച്ച് പശ ഉണ്ടാക്കി പോസ്റ്റർ. അല്ല, പാവങ്ങളെ രക്ഷപ്പെടാൻ ഇവർ അനുവദിച്ചിട്ടില്ല. ഇരിക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഈ തെക്കൻ കേരളത്തിൽ CPM സമം ഈഴവർ, വടക്കൻ കേരളത്തിൽ തീയർ സമം CPM അതാണ്. അപ്പോൾ ഈ 87ലെ നയനാർ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായി. നമുക്കറിയാം, അത് 70കളുടെ ആദ്യ പകുതിയിലും ഒടുവിലും ഒക്കെ നടന്നതിൻ്റെ ബാക്കി പത്രമാണ്. 69ലാണ് ഈ കണ്ണൂരിൽ ഒരു നമ്മളീ പറയുന്ന രീതിയിലുള്ള കൃത്യമായൊരു രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത്. വാടിക്കൽ രാമകൃഷ്ണൻ എന്നൊരു തയ്യൽ തൊഴിലാളിയെ RSSൻ്റെ ശാഖയിൽ പോയി എന്ന ഒരു കുറ്റത്തിന് CPM-കാർ, നമ്മുടെ ഇപ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം CPM-കാർ വെട്ടിക്കൊല്ലുകയായിരുന്നു.
അതിനെ തുടർന്ന് പിന്നെ പല കൊലപാതകങ്ങൾ നടന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ RSSകാർ തിരിച്ചടിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് കോൺഗ്രസ്സുകാരും CPMകാരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. മരണങ്ങളും പലതും നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കൃത്യമായൊരു രാഷ്ട്രീയ കാരണങ്ങളാൽ ഭാഗികമായി സംഭവിച്ചതാണ്. കൃത്യമായൊരു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ഒരു തയ്യൽ തൊഴിലാളിയെ കൊലപ്പെടുത്തുന്ന വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 60 ദിവസം തികച്ചായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിധവയായി, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ 87-ലെ നയനാർ സർക്കാർ വന്നപ്പോൾ. അതുവരെ സർക്കാർ ഈ കുറേ കാലം അച്യുതമേനോൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ പോലീസ് ശക്തമായിട്ട് ഇടപെടുകയും ഈ CPMന് വലിയ രീതിയിൽ അക്രമങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്തു. പിന്നീട് 80-ൽ നയനാർ മന്ത്രിസഭ വന്നെങ്കിലും 82-ൽ അത് വീണു. കെ കരുണാകരൻ്റെ മന്ത്രിസഭയാണ് പിന്നെ വന്നത്. അപ്പോൾ കെ കരുണാകരൻ്റെ കാലത്തും പോലീസ് വളരെ ശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ട് CPMകാർക്കും ഈ പറഞ്ഞതുപോലെ ലീഗുകാർക്കും ഇത് സത്യത്തിൽ ഇതൊരു ഹിന്ദു മുസ്ലിം ലഹള പോലെയായിരുന്നു. ഇവർക്ക് ഏറ്റുമുട്ടാൻ കഴിഞ്ഞു. ഇത് പഴയ 1921-ലെ മലബാർ കലാപത്തിൻ്റെയൊക്കെ ബാക്കി പത്രമാണിത്. അതിങ്ങനെ അതിൻ്റെ ചെറിയ അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ ആണ് ഇതൊക്കെ. അപ്പോൾ 87-ലെ നയനാർ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. പോലീസ് CPMൻ്റെയിലാണ്, സെൽ ഭരണമാണ്. അപ്പോൾ സ്റ്റേഷനിലെ SI സർക്കിളൊക്കെ എന്ത് ചെയ്യണമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയും. സെക്രട്ടറി വരയ്ക്കുന്ന വരയിൽ SI നിന്നോണം, CI നിന്നോണം. അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയാണ്. അപ്പോൾ വലിയ രീതിയിൽ ലീഗിനെതിരെ അവിടെ ആക്രമണങ്ങൾ തുടങ്ങി. ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു. എനിക്ക് തോന്നുന്നു ലീഗിൻ്റെ നേതാക്കൾ അന്ന് പിന്നെ കേരള നിയമസഭയിൽ പ്രസംഗിക്കുക പോലും ചെയ്തു. തെങ്ങിൻ്റെ മണ്ട ചെത്തുന്നത് പോലെ ഈ തീയരുടെ കുലത്തൊഴിലാണ് ഈ ചെത്ത്. അപ്പോൾ അതുപോലെയല്ല മനുഷ്യൻ്റെ മണ്ട ചെത്തേണ്ടത്, കഴുത്ത് വെട്ടി കൊല്ലുകയാണ് ആൾക്കാരെ. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നിയമസഭയിൽ വലിയ കോലാഹലങ്ങൾ നടന്നു. ഇതിൻ്റെ ഇടയിൽ CPMും RSS സംഘർഷവും ഉണ്ടായി. അങ്ങനെ പണ്ടവിടെ കേന്ദ്രസേന ഇറങ്ങുകയൊക്കെ ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രമോദ് മഹാജനായിരുന്നു. യുവമോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷ നമ്മുടെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജ സിദ്ധിയാണ്. അന്നവർ ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. അവർ അന്ന് ഈ കണ്ണൂർ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. ഈ 87 കാലഘട്ടത്തിൽ വലിയ കൊലപാതകങ്ങളൊക്കെ നടന്ന് ഇത്രയും, കാരണം BJPക്കാരും പലരും കൊല്ലപ്പെട്ടു, RSSൻ്റെ സ്വയംസേവകർ കൊല്ലപ്പെട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോൾ അന്നത് വലിയ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ വലിയ പ്രശ്നമായി അത്. അപ്പോൾ ആ കാലത്ത് തീയ മുസ്ലിം ലഹളയാണ്. അത് CPM മുസ്ലിം ലീഗ് എന്നുള്ള മട്ടിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അത് നിന്നാണ് ഈ NDF നാദാപുരത്ത് ഇത്രയും കൊലപാതകം നടന്നപ്പോൾ ലീഗിന് വലിയ ക്ഷീണമുണ്ടായി. ലീഗ് കലാപം നടന്നു, വീടുകൾ കൊള്ളയടിച്ചു, സ്ത്രീകളെ മാനഭംഗം ചെയ്തു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഈ പറഞ്ഞ പോലെ വലിയ പരാതിയോ തെളിവോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഭരണം CPMൻ്റെ കയ്യിലായിരുന്നു. നമുക്കറിയാമല്ലോ, പശ്ചിമ ബംഗാളിൽ 34 കൊല്ലം ഭരിച്ച CPM എങ്ങനെയാണ് അവിടെ ജനങ്ങളെ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മമത മാപ്പ് പറഞ്ഞല്ലോ. അല്ല, CPMകാർ ചെയ്തത് അതേ രീതി തുടർന്ന് മാപ്പ് പറഞ്ഞു. അത് മാത്രമല്ല, CPMകാർ തന്നെ പണ്ട് CPMൽ ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നീട് പുറത്തിറങ്ങിയിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. CPM ചെയ്ത അട്രോസിറ്റീസ്, കൊടും ക്രൂരതകൾ എന്താണെന്ന് CPMകാരുടെ നാവിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിരിക്കട്ടെ, സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സിൻ്റെ NDFൻ്റെ ആവിർഭാവം അങ്ങനെയാണ്. പിന്നെ അതാണ് പിന്നീട് PFI ആയി മാറിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കോതമംഗലത്ത് കാണുന്നത് രോഗലക്ഷണമാണ്. രോഗം അത് വളരെ വേഗത്തിൽ അത് രോഗമായി മാറും. പകർച്ചവ്യാധിയാണ്. പകർച്ചവ്യാധി എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ട, അതിവേഗത്തിൽ പടരുന്ന വൈറസ്, അതിവേഗത്തിൽ പടരുന്ന പകർച്ചവ്യാധി പോലെ ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കുക. വളരെ പെട്ടെന്ന് ഇത് രണ്ടു കൂട്ടരും സംഘടിക്കാൻ, രണ്ടു കൂട്ടർക്കും അതിന് ആളും അർത്ഥവും എല്ലാ ശേഷിയുമുണ്ട്. ഒരു വശത്ത് SNDPക്ക് കരുത്തുണ്ട്, മറുവശത്ത് ലീഗിനും കരുത്തുണ്ട്. ലീഗിൻ്റെ ഭരണം കൂടിയുണ്ട്. ഇപ്പുറത്തെ SNDPക്ക് ഒരു ധൈര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേതാക്കൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി ആയാലും മകൻ തുഷാർ വെള്ളാപ്പള്ളി ആയാലും കേന്ദ്ര സർക്കാരുമായിട്ടും വലിയ അടുത്ത് ബന്ധമുള്ളവരാണ്. പിന്നെ കേന്ദ്ര സർക്കാർ പഴയ പോലെ കോൺഗ്രസ് അല്ല.
BJP ആണ്, നരേന്ദ്രമോദിയാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അതൊരു വലിയ ഒരു ബലമാണ് ഇപ്പുറത്തെ SNDPക്ക്. കാരണം നിങ്ങളുടെ കയ്യിൽ ഇവിടെ അധികാരമുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അവിടെ അധികാരമുണ്ട്. നിങ്ങൾക്ക് ഈ ചെറിയൊരു സംസ്ഥാനത്തിൻ്റെ അധികാരമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ മുഴുവനും അധികാരം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് രണ്ട് കൂട്ടരെയും ഞാൻ പറയുന്ന ഈ രണ്ട് അധികാര കേന്ദ്രങ്ങളും താഴെത്തട്ടിലോട്ട് വന്ന് ജനങ്ങളുടെ അടുത്ത് തമ്മിൽ ഏറ്റുമുട്ടാൻ പറയും എന്നല്ല. പക്ഷേ ഇവർ ഈ ബലത്തിൽ, ഇതിൻ്റെ തണലിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ബലത്തിൽ സർവശക്തിയും എടുത്ത് ഏറ്റുമുട്ടും. അതൊരു ശുഭസൂചനയല്ല. വലിയ ആപത്തുകൾ വരാൻ പോകുന്ന 5 വർഷം കേരളത്തിൽ പതിയിരിപ്പുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. അതിനൊരു കച്ചവട ആസ്പെക്റ്റ് ഇല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ ഒട്ടനവധി കാരണങ്ങളുണ്ട്. കേവലം വെള്ളാപ്പള്ളിയെ ചീത്ത പറഞ്ഞത് മാത്രമല്ല, അത് അതിന്റെ ഒരു കാരണം. രാഷ്ട്രീയം മാത്രമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഈഴവ സമുദായം, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, അവർക്ക് നല്ല രീതിയിൽ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, വ്യാപാര കടകൾ, പലവ്യഞ്ജന കടകൾ, ബേക്കറികൾ, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ സംരംഭങ്ങളുണ്ട്. അത് ഈ ഞാൻ പറഞ്ഞ സാധാരണ ഒരു ചെറിയ ഒരു കട മുതൽ, ഒരു സ്റ്റോർ മുതൽ വലിയ IT കമ്പനികൾ വരെ നടത്തുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ നമ്മുടെ ഈ ബാറുകൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ആരാ? ഇഴവർ തന്നെയാണ്, അല്ലേ? അവർക്കേ അതിൻ്റെ ഒരു ടെക്നിക്ക് അറിയുള്ളൂ. അപൂർവ നായന്മാർ അതിനകത്തുണ്ടെങ്കിലും പിന്നെ ഉള്ളത് ക്രിസ്ത്യാനികളാണ്. മുസ്ലിങ്ങൾ ഈ പരിപാടിക്ക് വരാറില്ല. അവർക്കത് ഹറാമാണ്. മതപരമായിട്ട് തന്നെ അവർക്കത് വലിയ ബിനാമിയെ വെച്ചൊക്കെ ചെയ്യും. അവർക്ക് നേരിട്ട് ചെയ്യാൻ അവർ വരില്ല. പക്ഷേ ഈ അബ്കാരി മേഖല ഒട്ടുമുക്കാലും ഇരിക്കുന്നത് ഈഴവ സമുദായത്തിൻ്റെ ഇല്ല. അവർക്കത് ഭംഗിയായിട്ട് നടത്താനും അറിയാം. പിന്നെ അതിപ്പോൾ പല രീതിയിൽ ഇതിനെല്ലാം പല വെല്ലുവിളികളുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവരുടെ പല സംരംഭങ്ങൾക്കും ഒരു പരിധി വരെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ കടന്നുകയറ്റം, പ്രത്യേകിച്ച് ഇങ്ങോട്ട് തെക്കൻ ജില്ലകളിലോട്ടുള്ള അവരുടെ ഈ വാണിജ്യ വ്യാപനം, ഒരു ഉദാഹരണം പറയാം, ലുലു മാള് പോലെയുള്ള മാളുകൾ വരുന്നു. ഇത് ചെറുകിട കച്ചവടക്കാർക്ക് ദോഷമാണ്. ഈ ചെറുകിട കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അവർക്കത് തെക്കൻ ജില്ലകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. തെക്കൻ ജില്ലകളിൽ അതൊരു വിഷയം. അല്ല, തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ട് എടുക്കാം, മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ഇതൊരു വിഷയമാണ്. ഈ മലബാറിൽ നിന്ന് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ നിന്ന് ജനസംഖ്യ കൂടിയിട്ട് ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് എറണാകുളത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വരുന്നുണ്ട്. ഇവരിവിടെ വന്ന് അവിടെ താമസം ഉറപ്പിക്കും. ഇതും ഒരു വെല്ലുവിളിയാണ്. പലതരത്തിൽ. കാരണം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർ ഓട്ടോ ഓടിക്കൽ, ടാക്സി ഓടിക്കൽ, അങ്ങനെയുള്ള തൊഴിലുമായിട്ട്. ലുലു പോലുള്ളൊരു സ്ഥാപനം, ഇടയ്ക്ക് കണക്ക് കേട്ടാണ്, ലുലു പോലുള്ളൊരു മാൾ ഒരു ജില്ലയിൽ വരുമ്പോൾ ഒരു കുറഞ്ഞതൊരു 5000 പേർക്ക് കുടുംബമെങ്കിലും അവിടെ ജോലി, അതുമായി ബന്ധപ്പെട്ട ജോലി കിട്ടുക. അവർ ചേക്കേറുന്നു. അവര് 5000-ഓളം ഈ അവരുടെ മുസ്ലിം കുടുംബങ്ങൾ. അതെ, പ്രത്യേകിച്ചും കൂടുതലും മലപ്പുറത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ്. അപ്പോൾ അവരിവിടെ സെറ്റിൽ ചെയ്യും. ഇത് ഈ ജനസംഖ്യാപരമായ ഒരു അസന്തുലിതാവസ്ഥ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാണ്. ഇതിനെ സമർത്ഥമായിട്ട് നേരിടാനാണ് പുതിയ സർക്കാർ ശ്രമിക്കേണ്ടത്. ഇവിടെ ജനങ്ങളിൽ പരസ്പര വിശ്വാസവും സാഹോദര്യവും ഉണ്ടാകണം. അതുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും വെട്ടും കാലും വെട്ടും തലയും വേണ്ടി വന്ന തലയും വെട്ടും എന്നൊക്കെ പറഞ്ഞു കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചാൽ ഇത് വെടിമരുന്നിന് തീ കൊടുക്കുന്നതിനേക്കാൾ വലിയ അപകടമാണ്. ഇത് ഇവിടെ എങ്ങും നിൽക്കില്ല. ഇത് രണ്ട് ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. കേരളത്തിൻ്റെ സ്വൈരജീവിതം ഇല്ലാതാവും. അതാണ് താല്പര്യമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. മറിച്ച് സ്വസ്ഥമായിട്ട് 5 വർഷം ഭരിക്കണം, എല്ലാവർക്കും ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം എന്നാണ് ഗവൺമെൻറ് താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അതിശക്തമായ നടപടി എന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കല്ല. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ സർക്കാർ ചെയ്യേണ്ടത് വെള്ളാപ്പള്ളി നടേശനും ലീഗുമായിട്ടുള്ള തർക്കം അങ്ങ് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. രാഷ്ട്രീയപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായി വരണം. അതിന് ലീഗ് നേതൃത്വവും, കാരണം ഭരണത്തിൽ ഇരിക്കുന്നത് അവരാണ്. ഇനി നാണക്കേടാണ്. അല്ല, നാണക്കേട് മാത്രമല്ല, ഭരണത്തിൽ ഇരിക്കുന്നവർ വേണം എപ്പോഴും ഇതിന് മുൻകൈ എടുക്കാൻ. കാരണം ഭരണത്തിലില്ലാത്തവരല്ല മുൻകൈ എടുക്കുക. കാരണം അവരൊരു അരക്ഷിതാവസ്ഥയിൽ എന്തും സംഭവിക്കാം. നമ്മൾ വേട്ടയാടപ്പെടുമോ, നമ്മളെ ഉപദ്രവിക്കുമോ,
ഇങ്ങനെയൊക്കെയുള്ളൊരു ഭീതി അവരിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയട്ടെ, കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞു അല്ലേ? എന്താ ചെയ്തത് നരേന്ദ്രമോദി? എന്താ ചെയ്തത് നരേന്ദ്രമോദി? അമിത്ഷാ അവിടെ ചെന്ന് പ്രധാനപ്പെട്ട അവിടുത്തെ ആൾക്കാരുമായിട്ട് കണ്ട് സംസാരിച്ചു. നോക്കൂ, ഒരു ചെറിയ പ്രദേശത്താണ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്താണ് ഈ വിഷയം. അവർക്ക് വേണമെങ്കിൽ ലഡാക്കിനെ അവർ മാറ്റി കേന്ദ്രഭരണ പ്രദേശമാക്കി വെച്ചു. അവിടെ ഈ പ്രശ്നമില്ല, അത് കേന്ദ്രത്തിൻ്റെ കയ്യിലായി. ഈ ജമ്മു കാശ്മീരിൽ കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു ഏതാനും ജില്ലകൾ കൂടി ചേരുന്ന ഒരു പ്രദേശത്ത് അമിത്ഷാ അവിടെ പോയി. അതിൻ്റെ തൊട്ട് പുറകെ അജിത് ഡോവൽ അവിടെ പോയി. ഡോവൽ അവിടെ ചെന്ന് പ്രധാനപ്പെട്ട ഈ വിഘടനവാദം ഉയർത്തുന്ന സംഘടനകളുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചു, താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ട് സംസാരിച്ചു. അവിടെ ചെന്ന് അവരുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ ചെന്നു, അവരുടെ കടകൾ, അവരുടെ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചു. വ്യക്തിപരമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെടാൻ തുടങ്ങി, അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഒരാളിന് ബോധ്യപ്പെട്ടാൽ ആ ആളിൽ നിന്ന് അത് 10 പേരിലേക്ക് ആ മെസ്സേജ് എത്തും. കുറഞ്ഞ പക്ഷം അയാളുടെ കുടുംബത്തിലെങ്കിലും എത്തുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് അത് ഭരിക്കുന്നവരാണ് മുൻകൈ എടുത്തത്. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്രം എന്ന് പറയുന്നത് അവിടെയാണ്. അത് രാജ്യത്തിനകത്തും പുറത്തും വളരെ കൃത്യമായിട്ട് മൂപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വളരെ കൃത്യമായിട്ട് അമിത്ഷാ ചെന്നു, അമിത്ഷായുടെ പുറകെ അജിത് ഡോവൽ ചെന്നു. പിന്നെ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവർക്ക് ധൈര്യം കൊടുത്ത് അവരുടെ കൂടെ നിങ്ങൾ വിഷമിക്കേണ്ട, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഈ അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ നേരിടുന്നതിൽ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകും. അവരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിശ്വാസം വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പം 370 റദ്ദാക്കിയപ്പോൾ അവർ വിചാരിച്ചു തീർന്നു, നമ്മളെല്ലാം ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. അങ്ങനെ വലിയ ഭീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭീതിയിൽ നിന്ന് ജനിക്കുന്ന ഒരു അക്രമമുണ്ട്, അതിലേക്ക് പോകാതെ വളരെ ശാന്തമായിട്ട് കാശ്മീർ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് എന്താ ഇന്നിപ്പോൾ അവിടെ ഈ പറഞ്ഞ കണക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പഹൽഗാമിൽ ഈ അറ്റാക്ക് നടന്നു, വലിയ എതിർപ്പുമായിട്ട് ആദ്യം ഇറങ്ങിയത് തദ്ദേശവാസികളാണ്. തീർച്ചയായിട്ടും അവരാണ് പോലീസിന് പലപ്പോഴും ഇന്ന വീട്ടിൽ ഇവർ ഒളിച്ചു താമസിച്ചു, ഇന്ന ആൾ ഇവർക്ക് സഹായം ചെയ്തു എന്നുള്ള വിവരങ്ങളുമായിട്ട് പോലീസിൻ്റെ അടുത്ത് വന്നത്. അതൊക്കെ ഒരു മാറ്റമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കേരളത്തിലും ഇതുപോലെ സർക്കാർ, മുസ്ലിം ലീഗ്, UDF ഒക്കെ മുൻകൈ എടുക്കണം. ഹിന്ദു സംഘടനകൾ, കേവലം SNDP മാത്രമല്ല, ഹിന്ദു സംഘടനകളുമായിട്ട് ഈ വിഷയം സംസാരിക്കണം. ഈ വിഷയത്തിന് തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകൾക്കും ഇതിനകത്തൊരു പങ്ക് വഹിക്കാനുണ്ട്. സമാധാനപരമായിട്ട് കാര്യങ്ങൾ, നമ്മൾ അക്രമത്തിലേക്ക് പോകാതെ ഒരു സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം ഒഴിവാക്കി ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതം, അങ്ങനെ ഒരു ചർച്ച. അപ്പോൾ അത് ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ, മെനങ്ങാന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, ഒരു മാസം മുമ്പ് ഇത് പറഞ്ഞില്ലേ, അതല്ല. ഇനിയുള്ള കാര്യം പറഞ്ഞതൊക്കെ പോട്ടെ, 2 കൂട്ടരും പറഞ്ഞു, അപ്പുറത്തൊന്നും പറഞ്ഞു ഇപ്പുറത്തൊന്നും പറഞ്ഞു. അതിനെ അവിടെ നിർത്തിക്കൊണ്ട് 2 കൂട്ടരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി സംസാരിക്കുക. അക്രമം ഉണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കും, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. അത് ലീഗായാലും കൊള്ളാം, ആരായാലും കൊള്ളാം എന്നൊരു നിലപാട് സർക്കാർ എടുത്താൽ അത് കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മുദ്രാവാക്യം വിളിയായിട്ട് അതിനെ നമുക്ക് അങ്ങ് എഴുതി തള്ളാമോ എന്ന് ചോദിച്ചാൽ എഴുതി തള്ളാൻ കഴിയില്ല. അല്ല, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ മാറാടുണ്ട്. മാറാട് 1-ാം കലാപവും 2-ാം കലാപവും ഒക്കെ ഉണ്ട്. അപ്പം ഈ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഒരു കൈ വീശിയ ശബ്ദം കേൾക്കില്ലല്ലോ, 2 കൈയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണല്ലോ ശബ്ദം കേൾക്കുന്നത്. ഒരു കൈ ഇവിടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങാനും ഈ ഒരു കൈ ഉയരുമ്പോൾ അതിൽ കയറിക്കൊള്ളും, ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി ശാശ്വതമായ സമാധാനം കൈവരിക്കാനുള്ള ഇത് ചെയ്യണം. അക്രമം കാണിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. അവിടെ സർക്കാരിന് മുട്ടുപിറങ്ങരുത്. അവിടെ സർക്കാർ ഞങ്ങളുടെ ഭരണത്തിൽ പങ്കാളിയാണ്, അതുകൊണ്ട് അവർക്കെതിരെ ചെയ്യില്ല, ഇവർ ഞങ്ങളെ പിന്താങ്ങുന്നവരാണ്, അതുകൊണ്ട് ഇവർക്കെതിരെ ഞങ്ങൾ നിലപാടെടുക്കില്ല, അതൊന്നും പാടില്ല. വളരെ കർശനമായ നിലപാടിലേക്ക് തീർച്ചയായിട്ടും പോകണം സർക്കാർ. അങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഈ തക്കം പാർത്തിരിക്കുകയാണ് കുറുക്കൻ ചോര കുടിക്കാൻ. മുട്ടനാടുകൾ ഏറ്റുമുട്ടുമ്പോൾ അതിൽ നിന്ന് ചോര കുടിക്കാൻ കുറുക്കൻ തക്കം പാർത്തിരിക്കുകയാണ്. ആ കുറുക്കന് ചോര കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ നോക്കണം, കുറുക്കന്മാരെ ഓടിച്ചു കളയണം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. ഈ വിഷയം ഇത് കൈവിട്ടു പോകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് കൈവിട്ടു പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സമാധാനപൂർണ്ണമായൊരു ജീവിതം കേരളത്തിൽ ഉണ്ടാകാൻ. അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കാൻ വളരെ എളുപ്പമാണ്.
ആരെങ്കിലും ഒരിടത്തിരുന്ന് അങ്ങ് ആക്രോശിച്ചാൽ മതി, ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയല്ലോ, ഒരു സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ആഹ്വാനം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കും. പക്ഷേ സമാധാനം കൊണ്ടുവരാൻ അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് മനുഷ്യൻ്റെ ചോര മണ്ണിൽ വീണതിന് ശേഷം സമാധാനം പറയുന്നതിൽ അർത്ഥമില്ല. അത് വീഴാതെ നോക്കുന്നിടത്താണ് മിടുക്ക്. അതുകൊണ്ട് 2001 മൃഗീയ ഭൂരിപക്ഷവുമായിട്ട് അധികാരത്തിൽ വന്ന UDF നയിച്ച പിന്നെ AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന് സംഭവിച്ച പിഴവുകൾ അത് VD സതീശൻ സർക്കാരിന് ഉണ്ടാകരുത് എന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അത് ഞാൻ പറയുന്ന ആ പൊതുസമൂഹത്തിൽ എല്ലാവരും പെടും, മതമുള്ളവരും മതമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിക്കണം. ഇത്തരത്തിലുള്ള ഇതിപ്പോൾ തുടങ്ങി വെച്ചത് ലീഗാണ്, തീർച്ചയായിട്ടും അതിന് മറുപടി SNDP കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ ഇനി ആരൊക്കെ വരും എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ കൂടുതൽ ലീഗിനേക്കാൾ തീവ്രമായി നിലപാടെടുക്കുന്നവർ ഇതിൻ്റെ പുറകെ വന്നാൽ ഇപ്പുറത്തൊന്ന് കൂടുതൽ സംഘടിക്കും. ഇന്നിപ്പോൾ ഒരു മറുപടി വന്നിട്ടുണ്ട്, കൂടുതൽ ശക്തരാകും. വോട്ടെന്നാൽ ജനസംഖ്യയാണ് എന്ന് വെള്ളാപ്പള്ളി ഓർക്കണം. വെള്ളാപ്പള്ളിക്ക് മാത്രമല്ല, സുകുമാരൻ നായരോടും അത് ലീഗിലെ തന്നെ ഒരു നേതാവിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു. കേരളത്തിൻ്റെ ഡെമോഗ്രഫി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അതൊക്കെ അത്യന്തം പ്രകോപനപരമാണ്, അത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സത്യത്തിൽ ഒരു എന്താ പറയുക, കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഒരു സമാധാനപൂർണമായ ഒരു കേരളം അത് വരും കാലങ്ങളിൽ സൃഷ്ടിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ പരക്കും. സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഇരുതല മൂർച്ചയുള്ളൊരു വാളാണത്. സൈബർ ആക്രമണത്തിൻ്റെ അതൊക്കെ രാഷ്ട്രീയമായിട്ട് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ഈ പറയുന്ന ഒരു തരത്തിലേക്ക് പോയാൽ അത് വലിയ ആപത്തുണ്ടാക്കും. അതുകൊണ്ട് സംയമനം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അത് കേവലം ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അവർ ഭൂരിപക്ഷമാണ്, അതുകൊണ്ട് അവരാണ് സംയമനം പാലിക്കേണ്ടതെന്നോ അങ്ങനെയല്ല. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്നവർക്ക് കുറേ കൂടെ കാര്യക്ഷമമായി, കാരണം അവരെല്ലാവരുടെയും പ്രതിനിധികളാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ല എന്ന് അവരും ഓർക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇത് ഇവിടെ അവസാനിക്കും. അല്ലെങ്കിൽ ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്, ഇത് വലിയ ആപത്തുണ്ടാക്കും. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് സർക്കാരും ഉത്തരവാദപ്പെട്ട എല്ലാവരും ഇതൊക്കെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകണം.